ശക്തി തെളിയിക്കാൻ ശിവസേനകൾ, ഷിൻഡെ പക്ഷവും ഉദ്ധവ് പക്ഷവും. പിളർപ്പിന് ശേഷം ജനങ്ങൾ അംഗീകരിക്കുന്നത് ഏത് ശിവസേനയെ? 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്നത് മഹായുദ്ധം. മഹാരാഷ്ട്രയിലെ സേനായുദ്ധത്തിൽ എന്തൊക്കെ ആയുധങ്ങൾ? പിളർപ്പിനെ തുടർന്നുള്ള സഹതാപ തരംഗം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഉദ്ധവ് പക്ഷം. മോദി പ്രഭാവത്തിലാണ് ഷിൻഡെ പക്ഷത്തിന്റെ പ്രതീക്ഷയും വിശ്വാസവും. മുസ്ലിം വോട്ടുകൾ പല മണ്ഡലങ്ങളിലും അനുകൂലമാകുമെന്ന തിരിച്ചറിവ് ഉദ്ധവ് പക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. രണ്ട് സേനകൾക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ കരുത്ത് തെളിയിക്കേണ്ടത് അനിവാര്യം. സേനാ പാരമ്പര്യത്തിന്റെ അഭിമാന ചിഹ്നം അമ്പും വില്ലും പാർട്ടി പിളർന്നപ്പോൾ അത് ഷിൻഡെ പക്ഷം കൊണ്ടുപോയി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്ര സ്പീക്കറും യഥാർത്ഥ ശിവസേനയായി അംഗീകരിച്ചത് ഷിൻഡെ പക്ഷത്തെ. എന്നാൽ ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിൽ 5 തെറ്റിപ്പിരിഞ്ഞ ശിവസേനകൾ തമ്മിലാണ് പോരാട്ടം. പ്രചാരണ റാലി കണ്ടാൽ ഏത് ശിവസേനയെന്ന് പെട്ടെന്ന് പറയാനാകില്ല. 2 റാലികളിലും നിറയുന്നത് ബാൽ താക്കറെ. മുദ്രാവാക്യവും മൈക്ക് അനൗൺസ്മെന്റും കേട്ടാൽ മാത്രമേ വ്യത്യാസം മനസ്സിലാക്കൂ. ഷിൻഡെയുടെ സേന മോദിക്ക് വേണ്ടിയും ഉദ്ധവിന്റെ സേന ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയും വോട്ട് ചോദിക്കുന്നു. ആരാണ് യഥാർത്ഥ ശിവസേനയെന്ന് ഇവിടങ്ങളിൽ ജനം വിധിയെഴുതും. ഏതാണ് ആ 5 മണ്ഡലങ്ങൾ? മുംബൈ നോർത്ത് വെസ്റ്റ്, താനെ, കല്യാൺ, മുംബൈ സൗത്ത്, മുംബൈ സൗത്ത് സെൻട്രൽ. മുംബൈ നോർത്ത് വെസ്റ്റിൽ ഉദ്ധവ് സേനയ്ക്കായി അമോൽ കീർത്തിക്കറും ഷിൻഡെ സേനയ്ക്കായി രവീന്ദ്ര വൈക്കറും മത്സരിക്കുന്നു. 2 സ്ഥാനാർത്ഥികൾക്കുമുണ്ട് ED ബന്ധം. കള്ളപ്പണക്കേസിൽ EDയുടെ നോട്ടീസ് കിട്ടിയതിന് തൊട്ട് പിന്നാലെ ഉദ്ധവ് ക്യാമ്പ് വിട്ട് ഷിൻഡെ പക്ഷത്തേക്ക് വന്നയാളാണ് രവീന്ദ്ര വൈക്കർ. ജയിലിൽ പോകാൻ വയ്യാത്തതുകൊണ്ടാണ് പാർട്ടി മാറിയത് എന്ന് രവീന്ദ്ര തുറന്നു പറയുകയും ചെയ്തു. അമോൽ കീർത്തിക്കറിനാകട്ടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടൻ കിച്ചടി കുംഭകോണ കേസിൽ ED നോട്ടീസ് നൽകി. അമോലിന്റെ പിതാവ് ഗജാനൻ കീർത്തിക്കർ ആണ് നിലവിലെ MP. ഗജാനനാകട്ടെ ഷിൻഡെ പക്ഷത്തും. മകനെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല. ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് ആദ്യമായി മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയും മണ്ഡലത്തിൽ നിന്നും കിട്ടുന്നു. തന്റെ ഹിന്ദുത്വ വീടുകളിലെ അടുപ്പ് കത്തിക്കാൻ ശ്രമിക്കുന്നു, BJPയുടെ ഹിന്ദുത്വ വീടുകൾ തന്നെ കത്തിക്കുന്നു എന്നും പറഞ്ഞാണ് ഉദ്ധവ് പക്ഷം സ്ഥാനാർത്ഥി അമോൽ കീർത്തിക്കറിന്റെ പ്രചരണം. 5 മണ്ഡലങ്ങളിൽ രണ്ടാമത്തേത് താനെ. ഏക്നാഥ് ഷിൻഡെയുടെ തട്ടകം. മുൻ മേയർ കൂടിയായ നരേഷ് മാസ്കെയാണ് ഷിൻഡെ പക്ഷം സ്ഥാനാർത്ഥി. എന്നാൽ നരേഷിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചു. പ്രമുഖ BJP നേതാവ് സഞ്ജീവ് നായിക്കിന്റെ ഇളയ മകൻ ഗണേഷ് നായിക്കിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും കൂട്ടരാജി ഉണ്ടായി. പിന്നീട് ഫട്നാവിസ് എത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത് ഏറെ വൈകി. പ്രചാരണത്തിന് കിട്ടിയത് വെറും 18 ദിവസങ്ങൾ മാത്രം. ഇത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഷിൻഡെ പക്ഷത്തിന് ഇത് അഭിമാന പോരാട്ടം. ഷിൻഡെ ജനപ്രീതിയിൽ ജയിച്ചു കയറാം എന്നാണ് പ്രതീക്ഷ. സിറ്റിംഗ് MP കൂടിയായ ഉദ്ധവ് ക്യാമ്പിലെ രാജൻ ബിചാരെ ആണ് എതിരാളി. ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയും ഉദ്ധവ് സേനയുടെ വൈശാലി ദരേക്കർ റാണയും ഏറ്റുമുട്ടുന്ന കല്യാണാണ് 3ാമത്തെ മണ്ഡലം. 2014 2019 വിജയിച്ചത് ശ്രീകാന്ത് ഷിൻഡെ. 2014 ജയിച്ചത് 53% വോട്ട് നേടി 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 2019 ഭൂരിപക്ഷം പിന്നെയും കൂടി 62% വോട്ട് നേടി 3.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തകർപ്പൻ ജയം. ഇക്കുറിയും വിജയമുറപ്പെന്ന് ഷിൻഡെ ക്യാമ്പ്. എന്നാൽ സാഹചര്യം മാറിയെന്നും ജനപിന്തുണ തങ്ങൾക്കെന്നും ഉദ്ധവ് പക്ഷം. സിറ്റിംഗ് MP ഉദ്ധവ് പക്ഷത്തെ അരവിന്ദ് സാവന്തും ഷിൻഡെ പക്ഷത്തെ യാമിനി യാദവും ഏറ്റുമുട്ടുന്ന മുംബൈ സൗത്ത് മണ്ഡലം ആണ് സേനായുദ്ധത്തിൽ 4ാമത്തേത്. അംബാനി, ടാറ്റ, ബിർള, വേദാന്ത എന്നിവയടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളും കുടുംബാംഗങ്ങളും വോട്ടർമാരായ രാജ്യത്തെ ആഡംബര മണ്ഡലം. അടുത്തിടെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഷിൻഡെ പക്ഷം ശിവസേനയിൽ ചേർന്ന മിലിന്ദ് ദേവറ
2004-ലും 2009-ലും പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് മുംബൈ സൗത്ത്. അരവിന്ദ് സാവന്താണ് 2014-ലെയും 2019-ലെയും വിജയി. 5 മണ്ഡലങ്ങളിൽ അവസാനത്തേത് മുംബൈ സൗത്ത് സെൻട്രൽ. സിറ്റിംഗ് MP കൂടിയായ രാഹുൽ ഷേവാലയാണ് ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി. 2014 മുതൽ മുംബൈ സൗത്ത് സെൻട്രൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഷേവാലയെ നേരിടുന്നത് ഉദ്ധവ് പക്ഷത്തെ അനിൽ ദേശായി. 5ഇടത്തും തീപാറും പോരാട്ടം. 2 ശിവസേനകളിൽ ഏതാകും ജനം തെരഞ്ഞെടുക്കുന്ന സേന? മുംബൈ യുദ്ധത്തിൽ ആര് വിജയിക്കും? കാത്തിരിക്കാം.